ഹായ് ഫ്രണ്ട്സേ, ഞാൻ ഇന്നലെ വൈകിട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ എറണാകുളത്ത്. ഞാൻ കുറച്ച് ദിവസം അവിടെ ആയിരുന്നല്ലോ, അമ്മയുടെ കാര്യങ്ങൾക്കായിട്ട് അവിടെ നിൽക്കുമായിരുന്നല്ലോ. ഇപ്പോഴാണ് വന്നത്. പക്ഷെങ്കിൽ എന്നെ എൻ്റെ അമ്മയുടെ വിയോഗം മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ ടയേർഡാക്കി തളർത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും. നിങ്ങൾ അന്നേരം ചോദിക്കും, എന്താ ഇങ്ങനെ വീഡിയോസ് ഇടും. ഓക്കെ, വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക വിഷമങ്ങളും സങ്കടങ്ങളും നിങ്ങളോട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ വേറൊരാളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ഇച്ചിരി സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇല്ലേ. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പിന്നെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എൻ്റെ കുറേ ഫ്രണ്ട്സ്, എൻ്റെ ഫേസ്ബുക്കിലെ കുറേ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, അവർ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. 1-2 പേരെന്നെ വന്ന് പരിചയപ്പെട്ടു. പക്ഷെ ഞാൻ വളരെ സങ്കടത്തിലും ദുഃഖത്തിലും ഇരിക്കുവായതുകൊണ്ട് ആരൊക്കെ വന്നു, എന്തൊക്കെ വന്നു, എങ്ങനെ വന്നു ഒന്നും എനിക്കറിഞ്ഞുകൂടാ ശരിക്കും. എൻ്റെ ഫാദറായിട്ടും മദറായിട്ടും കൂട്ടുകാരത്തിയായിട്ടും എല്ലാമായിട്ടും എൻ്റെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ്. അമ്മയാണ് എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. അമ്മയ്ക്കൊരു ന്യൂമോണിയ പിടിപെട്ടു. അമ്മ 5 വർഷമായിട്ട് ഒരു ബ്ലഡ് ക്ലോട്ടിങ് വന്നിട്ട് ഇരിക്കുകയായിരുന്നു. എന്നാലും നടക്കുകയും കുഴപ്പമില്ല, നടക്കുകയും അവിടെയൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ തന്നെയല്ല, പള്ളിയിൽ പോകുന്നത് തന്നെയാണ്. പള്ളി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണല്ലോ, നിങ്ങൾ കണ്ടില്ല. അവർ എല്ലാം ബെന്തിക്കോസുകാരാണ്, അറിയാമല്ലോ. അന്നേരം ചോദിക്കും, ഞാൻ ബെന്തിക്കോസുകാരല്ല, ഞാൻ ഇവിടെ RC ഇടവകയിലാണ് പോകുന്നത്. ഇവിടെ വെച്ചാണ് എൻ്റെ കല്യാണം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഇടവകയിൽ തന്നെയാണ്. സംഭവം ഞാൻ ബെന്തിക്കോസല്ല. അമ്മ ഈ കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട് വേറൊരിടത്തായിരുന്നു. കുറേ സ്ഥലവും കാര്യങ്ങളും അതൊക്കെ വിറ്റേച്ച് വന്നിട്ട് എൻ്റെ അമ്മ വെച്ച വീടാണ് ആ പള്ളിയുടെ ഇപ്പുറത്തുള്ള 2 വീടിൻ്റെ ഇപ്പുറത്തുള്ള വീട്. ആ വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് എൻ്റെ വീട്. അമ്മ വെച്ചതാണ്. കാരണം എൻ്റെ അമ്മയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാ അമ്മമാരെ പോലെയല്ല. കാരണം ഞാൻ എത്ര അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോഴും എൻ്റെ അമ്മ പറയും, അതിന് വഴക്ക് പറയുക കേട്ടെ, അതിനെ ശാസിക്കുക കേട്ടെ, ഒന്നും ചെയ്യത്തില്ല. അന്നേരം എൻ്റെ അമ്മ പറയും, എൻ്റെ കുഞ്ഞ് മുടി സ്ട്രൈറ്റ് ചെയ്യുമ്പം പറയും, കുഞ്ഞെ നിൻ്റെ മുടി പാവക്കുട്ടിയുടെ മുടി പോലെ ഉണ്ടല്ലോ, എന്താ ഭംഗിയെന്ന് അറിയോ. സാധാരണ ഓരോ അമ്മമാരാണെങ്കിൽ അതിനെ ശാസിക്കും, വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ അമ്മ അങ്ങനല്ല. അതാണ് എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേകത. പിന്നെ ഞങ്ങൾ 3 പേരാണ്, ഞാനൊരു പെണ്ണും എൻ്റെ 2 ആങ്ങളമാരുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. പക്ഷെങ്കിൽ ഞങ്ങളെ 3 പേരെയും എൻ്റെ അമ്മ അടിച്ചിട്ടില്ല, എടുത്തിട്ടില്ല, ഒന്നുമില്ല. അതാണ് എൻ്റെ അമ്മ. നമുക്കൊരു ദുഃഖം വരുമ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ കൂടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ഞാൻ കല്യാണം കഴിച്ചു ഡൈവേഴ്സായ സമയത്തും പൂർണ്ണമായിട്ട് എനിക്ക് പിന്തുണയുണ്ടായിരുന്നു എൻ്റെ അമ്മ. സാമ്പത്തികമായിട്ടായിരിക്കും, പലതരത്തിൽ കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ സ്ഥലങ്ങളാണ് വീടിൻ്റെ അടിവശത്തുള്ള സ്ഥലങ്ങളെല്ലാം. അതിനകത്തെ ആദായങ്ങളെല്ലാം എടുക്കുന്നത് അമ്മയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അന്നേരം അതെല്ലാം അമ്മ പോയി. അന്നേരം ഒരു വലിയൊരു സങ്കടം ഉണ്ടായി എനിക്ക്. എന്നാലും ഇളയ ആങ്ങള കുഴപ്പമില്ല കേട്ടോ. അമ്മ ഇല്ലാത്തതിൻ്റെ ദുഃഖം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ അമ്മ ഇല്ലാത്തതിൻ്റെ ദുഃഖം എൻ്റെ ഇളയ ആങ്ങള നികത്തുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം ആദ്യം 1 പ്രാവശ്യം പോയി വന്ന സമയത്തും അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ അന്നേരം നോക്കാൻ വേറെ ആൾക്കാരുണ്ട്. അന്നേരം നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോയി എപ്പം വേണേലും കണ്ട് കേട്ട് പോരാ. നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു സംഭവത്തിലാണ്. എൻ്റെ 2 ആങ്ങളമാരും അമ്മയ്ക്ക് നല്ല സംരക്ഷണം കൊടുത്ത്, നല്ല യാത്രയായി പോയി കൊടുത്താണ് അവരെ വിട്ടിരിക്കുന്നത്. പിന്നെ ലൈവ് കണ്ടറിയത്തില്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിനൊന്നുമില്ല. ഓക്കെ, ബൈ.